നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. എല്ലാവരും പറഞ്ഞേ, ആരെ ഓർക്കണം? നടത്തിയവരെ ഓർക്കണം. 7ാമത്തെ വാക്യം. ഇനിയും അതിൻ്റെ 17ാമത്തെ വാക്യം കണ്ടോ? നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങി. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. നടത്തിയവർ, അത് പാസ്റ്റ് ടെൻസാണ്. നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. പറഞ്ഞേ, നടത്തിയവരെ ഓർക്കണം. ഒരു പക്ഷേ അവരിന്ന് പ്രായമായി കാണും, ചിലർ മരിച്ചു കാണും, നമുക്കറിയില്ല. പക്ഷേ പ്രായമായവരാണെങ്കിലും അന്ന് സ്നാനപ്പെടുത്തിയവരെ, അന്ന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരെ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ച് പോയെന്ന് കാണണം. നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. ചേർന്ന് പറഞ്ഞേ, നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. 2, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. വിശ്വാസ ഭവനങ്ങളെ, വിശ്വാസ സമൂഹമേ, നടത്തുന്നവർക്കെതിരെ മത്സരിക്കാൻ പോകരുത്. വിദേശത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കുക. അപ്പോൾ ഒരു സഹോദരൻ എന്നെ വന്ന് കണ്ടു. പുള്ളി ഇങ്ങനെ പുറകെ നിൽക്കുക. എന്നിട്ട് എന്നെ പറഞ്ഞു, അച്ചായ പാസ്റ്ററെ, കണ്ടപ്പോൾ ഒരു ഇഷ്ടമൊന്നും, ഞാൻ പൊതുവെ ഈ പാസ്റ്റർമാരെ ഒന്നും അങ്ങനെ അടുക്കാറില്ല. പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്കാണ്. അതുപോലെ ഏതാണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു, ഒരു സന്തോഷം. വാടൂ, എൻ്റെ ഒരു പ്രായമൊക്കെ ഉള്ളൂ. അങ്ങ് നമുക്ക് സന്തോഷമാണെങ്കിൽ ചുമ്മാ വണ്ടി കയറി ഒന്ന് കയറാം, കഥ പറയാം. ഇങ്ങനെ കഥ പറയുന്ന ആളല്ലേ. ഞാൻ കുറേ കഥ പറയാം. പാസ്റ്റർ മോന, ഞങ്ങൾ രണ്ടും കൂടെ കഥ കേൾക്കാൻ പോയി. പുള്ളി എന്നോട് കുറേ കഥ വണ്ടി ഓടിച്ച് കഥ പറയുക. പാസ്റ്റേജിലെ കഥകളാണ്. കഥയിൽ ഒരു കഥ ഇതായിരുന്നു. യോഗം നടക്കുക. അപ്പോൾ പുറകിലൊരു അച്ചായൻ എഴുന്നേറ്റ് ഇന്നിട്ട് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ പാസ്റ്റപ്പച്ചൻ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു, സഹോദര, പുള്ളിക്ക് നല്ല ബാസാ, അവിടെ ഇരിക്കണം, ഇപ്പോൾ ഒന്നും പറയണ്ട, യോഗം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ സമയം തരാം, ദയവായി ഇരുന്നാട്ടെ, ഇരിക്കൂ സഹോദര. നല്ല ഒച്ചയല്ലേ. സഹോദരൻ പറഞ്ഞു, ആഹാ, താൻ എന്നോടിരിക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ കാണിക്കാം. മൈക്കിൻ്റെ ഫീസ് ഊരാൻ പോവുക. ഫീസ് ഊരാൻ പോയപ്പോൾ അച്ചായൻ പറഞ്ഞു, മോനെ സഹോദര, ഫീസ് ഊരരുതേ, അപകടമാകട്ടോ. ഫീസ് ഊരി പോക്കറ്റ് ഇട്ടുകൊണ്ട് സ്കൂട്ടർ എടുത്ത് ഒറ്റ പോക്ക് റോഡിൽ നിന്ന് അങ്ങോട്ട് കയറിക്കുക. MC റോഡിൽ കൂടി വന്നപ്പോൾ ലോറി കയറി അങ്ങ് ഇറങ്ങി. ചത്തില്ല, വർഷങ്ങൾ കിടന്നു. എന്തോ ഊരിക്കൊണ്ട് പോയതാ? ഫീസ് ഊരിക്കൊണ്ട് പോയതാ. നടത്തുന്നവരോട് മത്സരിക്കരുത്. അവർ വലിയ അറിവൊന്നും ഇല്ലായിരിക്കാം, നിങ്ങൾ മിടുക്കനായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ഡിഗ്രിയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. ഞാൻ ഈ സമൂഹത്തോട് പറയാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ 100 കണക്കിന് പെന്തക്കോസ്ത് ദേവാലയത്തിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ ഞാൻ നിലവിളി കേട്ട് ഉണർന്നിട്ടുണ്ട് പലപ്പം. എന്താണെന്നറിയാമോ? ഞാൻ കിടക്കുന്ന പാസ്റ്റേജിൻ്റെ ഇടുങ്ങിയ മുറിയുടെ അപ്പുറത്ത് ഒരു നിലവിളി കേൾക്കാം. അപ്പച്ചൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. രണ്ടും കൂടെ, അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പലപ്പോഴും ഓർത്തോണേ, അവർ വിളക്കണയ്ക്കാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട. എൻ്റെ നിൻ്റെ ഒന്നും കാറ്റടിച്ച് പോകാതെ ഇതുവരെ ജീവിക്കുന്നത്. ഞങ്ങളുടെ പാസ്റ്റർമാർ ദശാംശം മേടിച്ചിട്ട് കിടന്നുറങ്ങുന്നവരല്ല. അർദ്ധരാത്രിയുടെ യാമങ്ങളിലാ ദേശത്തെ വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാ. ദേശത്തുനിന്ന് ആത്മഹത്യ മാറിപ്പോണേ, ദേശത്തുനിന്ന് അപകടങ്ങൾ മാറിപ്പോകണമേ, ദേശത്തുനിന്ന് സംഘർഷങ്ങളും സംഘടനകളും കർത്താവേ മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിരന്തര പ്രാർത്ഥന ഉയർത്തുന്നവരാണ് കർത്താവിൻ്റെ ദാസന്മാർ. അവരാണ് പാസ്റ്റേജിൽ. ഒരു ചെറിയ മൈനോറിറ്റി കാണും പ്രിയരെ, കിട്ടുന്നത് മേടിച്ച് സുഖമായി കിടന്ന് കഴിച്ചിട്ട് വേല ഉദാസീനതയോടെ ചെയ്യുന്നതൊരു മൈനോറിറ്റി ആയിരിക്കാം. അവർ ദീർഘകാലം ശുശ്രൂഷയെ കാണത്തുമില്ല. എന്നാൽ 10-70 വർഷമായി ഇന്നും നിലനിൽക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് നടത്തുമ്പോൾ ആ ദേശത്തെ ഓർത്ത്, സഭയെ ഓർത്ത്, സഭാമക്കളെ ഓർത്ത്, ആ ചുറ്റുപാടുകളെ ഓർത്ത് കരമുയർത്തി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരെ ഓർത്ത് കരങ്ങളടിച്ചെന്ന് സ്തുതിച്ച് നടത്തിയവരെ ഓർക്കണം. നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. പഴയ നിയമത്തിലെ ഒരു ഭാഗമുണ്ട്, ഞാൻ ആവേശത്തോടെ അത് പ്രസംഗിച്ചിട്ടുണ്ട്. യോശുവയും കൂട്ടരും എല്ലാം കൂടെ വരിക. യോർദാൻ്റെ അടുക്ക് വന്നപ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ ചവിട്ടിയപ്പം വെള്ളം എന്തായിട്ട് മാറി? 2ആയിട്ട് പിരിഞ്ഞു. ഭയങ്കര സന്തോഷ. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഞാൻ ക്രിസ്തു ശിഷ്യരെ കൂടെ ഒന്ന് പ്രസംഗിച്ച് പൊക്കോട്ടെ. അപ്പം വെള്ളം 2ആയി. ഞാൻ അന്ന് ആവേശത്തോടെ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രിയരെ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ പാദം വെക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പം ആ 2ആയിട്ട് മാറും. ഇപ്പം ഞാനത് പറയില്ല, പേടിയാ. എന്താ കാര്യം അറിയാം? വെള്ളപ്പൊക്കം കണ്ണിന് കണ്ടതുകൊണ്ടാണ്. ആ വെള്ളത്തിലോട്ട് കാല് വെക്കുമ്പോൾ ഈ വെള്ളം മാറിയില്ല, ഇവരെന്തോ ചെയ്യും?
പെട്ടകം ഇതും വലിച്ചുകൊണ്ട് ഒറ്റ പോക്ക. ആണോ? ഒഴുക്കാ മക്കളെ. ഇതൊന്നും പറയുന്നിടത്ത് നിൽക്കത്തില്ല. പരിചയമുള്ളവർക്ക് പോലും ഒക്കത്തില്ല. വെള്ളം കയറി വരുമ്പോൾ ഞങ്ങളുടെ ഒരു ചേച്ചിയെ ഞാൻ വിളിച്ചു, ചേച്ചിയെ വെള്ളം വന്നോ നോക്കിയോ പാർസോട്. ഓ ഇവിടെങ്ങും വരത്തില്ല. നോക്കിയപ്പോൾ എന്താണ്ട് പെരയ്ക്കകത്തോട്ട് കയറുക. പുള്ളിക്കാരത്തി കാലിൽ ഒരു ഭയങ്കര വിശ്വാസമാണ്. ഒരു ചോക്കെടുത്ത് വരച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പുറം കടക്കരുന്ന്. എവിടെ കേൾക്കാൻ? വെള്ളം കയറുക, പറക്കി എല്ലാം കൂടെ മേളിലോട്ട് കയറാൻ നോക്കി. അവിടെ വരച്ചു, കൽപ്പിക്കുന്നത് ഞാൻ അതിരിട്ട്. എവിടെ കേൾക്കാനാ? അവസാനം ഇത്രയും വെള്ളത്തിൽ നിന്ന് മേളിൽ നിന്ന് എടുത്ത് ചാടി പോകുമ്പോൾ ഒറ്റ എന്നാൽ പിന്നെ തോന്നിയ പോലെ ചെയ്തോളാം പറ. അല്ലാതെ എന്തോ ചെയ്യാനാ? വെള്ളം വരിക. ഇത് പോയില്ല എന്തോ ചെയ്യും മക്കളെ? പോയില്ല എന്തോ ചെയ്യും? രണ്ടും കൽപ്പിച്ചൊരു ഇറക്കുക. ക്രിസ്തു ശിഷ്യർ ഇറങ്ങി കേട്ടോ. ഇടയന്മാർ ഈ വിളി കേട്ടിറങ്ങി, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. കണ്ടോ? ഒരു സഭയ്ക്കൊക്കെ വേണ്ടി നേതൃത്വം കൊടുക്കാൻ ഒരു രണ്ടും കൽപ്പിച്ച് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന ആളും ആരവും ഒന്നും കാണത്തില്ല. രണ്ടും കൽപ്പിച്ചിറങ്ങി ഒത്തിരി പേരുണ്ട്. ആദ്യം പോയി കാല് ചവിട്ടിയ ദൈവദാസന്മാർ. അവരവിടെ വന്നപ്പം അവിടെ ഒന്നുമില്ലായിരുന്നു. ഏതോ ഒരു സ്ഥലത്ത് പാടവീടുകൾ മാറി മാറി താമസിച്ച് പിന്നെ കിട്ടിയ സ്ഥലത്ത് ഒരു ഹോള് കഷ്ടപ്പെട്ട് പണിത് പിന്നെ അത് ഇന്ന് വലുതാകുമ്പോൾ മറക്കരുത്, നടത്തിയവരെ നടത്തുന്നവരെ മറക്കരുത്. ചവിട്ടി, ആദ്യം ചവിട്ടി. വെള്ളം രണ്ടായി. നിങ്ങൾക്ക് തോന്നി ലക്ഷക്കണക്കിന് ജനമാ, 10-30 ലക്ഷം ജനമുണ്ട്. ഇത്രയും ജനം കടന്നു പോകുന്നിടം വരെ പുരോഹിതന്മാർ എവിടെ നിൽക്കണം? പറഞ്ഞോ, എവിടെ നിൽക്കണം? നടുക്ക് നിൽക്കണം. ഇവർ കയറിയ വെള്ളം മൂടത്തില്ല. കുറച്ച് പേര് അക്കരെ, ഭാര്യ ഇക്കരെ, അച്ചാൻ അക്കരെ, കൊച്ചിക്കരെ, അമ്മമ്മ അക്കരെ ആയിപ്പോത്തില്ലേ? അവർ നിന്നു. നിൽക്കാമോ? 30 ലക്ഷം പേര് കയറുന്നിടം വരെ നിൽക്കണം. കാല് കഴയ്ക്കുമോ? വേദനിക്കുമോ? പെട്ടകം എടുത്തുകൊണ്ട് നിൽക്കുക. എല്ലാവരും കയറിപ്പോയി. സ്വതന്ത്രം പോകുന്നവരൊക്കെ പറയുന്നുണ്ട്, പാസ്റ്റങ്ങളെ ക്രൈസ്തലോൺ ഗ്ലോറി. എന്നാൽ വെള്ളം പോലും കൊടുത്തില്ല. എനിക്ക് കിട്ടി. കയറി പോവുക. എല്ലാവരും പോയി. ആരെങ്കിലും അവിടെ കൊണ്ട് വെള്ളം കൊടുത്തു കാണും? എല്ലാവരും അക്കരെ ഓടുമല്ലേ? കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടക്കുക. ഞാൻ എൻ്റെ ഭാവനെ കണ്ടു. ഒരു സഹോദരി പടുതയൊക്കെ രണ്ടടിക്കല്ലേ, നീലപ്പടുത വലിച്ച് കെട്ടുന്നു. എല്ലാവരും കിടക്കുന്നു. ചേച്ചി വന്ന് പറഞ്ഞു, രാവിലെ തുടങ്ങിയ നടപ്പാ, വയ്യ, ഞാൻ കിടക്കാൻ പോവാ. മനുഷ്യ കിടക്കുന്നുണ്ടെ കിടന്നു. അതിനിടയ്ക്ക് ഒരു കുസൃതി കുട്ടനൊരു ചോദ്യം ചോദിച്ചു അമ്മയോട്. അമ്മ, ആ പാസങ്ങൾ നടക്ക് നിൽപ്പില്ലായിരുന്നു വരുമ്പോൾ മാറ്റില്ലേ? ഇപ്പം എന്ത് ചെയ്യേ? എന്തെങ്കിലും ചെയ്യട്ടെ, അത് അങ്ങനെ നോക്കിക്കോളും. മോൻ പാവ വെച്ചോ. എല്ലാവരും ഉറങ്ങി. പക്ഷേ ഒരു കുടുംബം ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ആരുടെയാ? പാസ്റ്റർ വീടാ. അങ്ങനെ കയറാതെ ഉറങ്ങാനൊക്കത്തില്ല. ആദ്യം ഇറങ്ങിയത്, ഒടുവിൽ കയറിയത്, ഒടുവിൽ വിളക്കണച്ചത്. ദേശത്ത് അങ്ങനെ ഒത്തിരി ദൈവദാസന്മാരുണ്ടായിരുന്നു. ഈ കൺവെൻഷനിൽ പറയട്ടെ, അങ്ങനത്തെ ദൈവദാസന്മാർ എഴുന്നേക്കണം. ഇരുണ്ട ഈ ഭാരതത്തിൻ്റെ ഉണർവിനായി കരങ്ങളടിച്ച് സ്തുതിച്ച് രാത്രി ദൈവദാസന്മാരെ റിഗന റിബല ഹദന റിഗന റിബന ഹദന റിഗന ഉരഖറ ധര ധിക രഗ നഗ ധര ധിരാധന. ആദ്യമിറങ്ങാൻ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. കൈവിടാത്തൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ആദ്യം ഇറങ്ങിയതും ദൈവദാസന, അവസാനം കയറിയ ദൈവദാസന. അവർ കയറുന്ന നോക്കി വിളക്കണയാതെ പരാതി പറയാതെ ഇന്നും പാസ്നേജുകളിൽ ഇരിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി പേരുണ്ട്. ചോദ്യം, ഈ ക്രിസ്തുവിന് വേണ്ടി ആരും ചവിട്ടാത്തൊരിടത്ത് പോയി ചവിട്ടണ്ടേ? അതാ ഇവിടുത്തെ തീം. പാളയത്തിനപ്പുറത്തേക്ക് ആകയാൽ അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് എവിടെ പോകണം? പാളയത്ത് ആരുടെയാ? ഈ ക്രിസ്തുവിൻ്റെ. ഞാൻ ചോദ്യം വെക്കുക, ആരും പോകാത്തൊരിടത്ത്, ആരും ചവിട്ടാത്തൊരിടത്ത് എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ പാദം ചവിട്ടി. ഇന്നും ഓർക്കപ്പെടുന്നു. ചന്ദ്രനിൽ ആദ്യം ചവിട്ടിയത് ആരാ? എവറസ്റ്റിൽ ആദ്യം ചവിട്ടിയ ആരാ? അതിലൊക്കെ വലിയ അത്ഭുതമാണ്. എത്രയോ ഇടത്ത് ആരും പോകാത്ത എത്രയോ ഇടത്ത് നമ്മുടെ കർത്താവിന് വേണ്ടി പാദം ചവിട്ടിയ ഒത്തിരി പേരുണ്ട്. തലങ്ങും വിലങ്ങും ഒരുകൂടി ആദ്യം ഇറങ്ങി അവസാനം കയറി. പക്ഷെ മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഈ രാത്രി ഒരു ചോദ്യം, ആ കർത്താവിൻ്റെ ശിഷ്യന് വേണ്ടി അവൻ്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് യേശു മരിച്ചു എന്ന് ലോകത്തോട് പറയാൻ, ഇനി നീ മരിക്കണ്ടെന്ന് പറയാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി പോകാൻ എനിക്ക് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി പോകണം. പെൺകുഞ്ഞുങ്ങളെയും കർത്താവിന് വേണം. പരാതിയില്ലാത്ത ഒത്തിരി അമ്മമാർ പാസ്റ്റേജുകളിലുണ്ട്. ഇവർ വല്ലപ്പോഴും രാത്രിയിലൊക്കെ കയറി വരുമ്പോൾ
പട്ടിണിയും പരവട്ടമാണെങ്കിലും ഉള്ളത് മതി അച്ചായ, സാരമില്ലെന്ന് പറയുന്ന അമ്മമാരായിരുന്നു പാസ്റ്റേജുകളുടെ വിജയം. ഞാൻ ചോദിക്കുക, ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷമായിട്ട് എനിക്ക് പോകണം, എനിക്കൊരു സുവിശേഷകനാകണം, കർത്താവിൻ്റെ വേല ചെയ്യണം, അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആരെങ്കിലും ഒരാളെങ്കിലും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രചാരകനാണ്. ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഈ പരസ്യവേദി ഞാൻ ചോദിക്കുക, ഞാൻ കാണുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് പോയാൽ ആ കർത്താവിനെക്കുറിച്ച് പറഞ്ഞാൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. അത് ലോകത്തിൽ ലോട്ടറി അടിച്ച കിട്ടത്തില്ല മക്കൾ. ഒരാൾ രക്ഷിക്കപ്പെട്ട കിട്ടുന്ന സന്തോഷം. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുന്നിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം മക്കളെ. മറ്റാരെങ്കിലും ഉണ്ടോ? ആ കൊച്ചു കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി എനിക്ക് പോകണം. വേറെ ആരെയും നോക്കരുത്. ദിസ് എ വെരി സീരിയസ് ടൈം. ദിസ് ഈസ് യുവർ ഡിസിഷൻ. ഒരു പക്ഷേ കാലാകാലങ്ങളിൽ നിങ്ങളോട് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എഴുന്നിട്ട് നിന്നാണ്ട് അങ്ങനെയുള്ളവരൊക്കെ എഴുന്നിട്ട് നിന്നാണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഒരു സാക്ഷിയായി എനിക്ക് പോകണം. കണ്ണടച്ചേ. പിതാവേ, കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. മനസ്സിലൊരു തേക്കമൊക്കെ ഉണ്ട്, പോണമെന്നൊക്കെ ഉണ്ട്. തേക്കത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മക്കളുണ്ട്. ദൈവം അവരെ സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അവിടെ പറയുന്നു, അവിടെ ജീവാവസാനം ഓർത്ത് അവിടെ വിശ്വാസം എന്ത് ചെയ്യണം? അനുകരിക്കണം. അടുത്ത വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ആരാണ്? അനന്യനാണ്. അനന്യനായ ക്രിസ്തു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി എന്ത് ചെയ്യുകയില്ല, വിടുകയില്ല. ആ കർത്താവ് പറഞ്ഞു, കർത്താവ് ഞാൻ തുണയാ നിനക്ക്, നീ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കില്ല. ഈ കർത്താവുണ്ടോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഡിപ്രഷനാണ്, ഭയമാ. ഒരു കുഴപ്പമില്ലാഞ്ഞിട്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. ഒറ്റ കാര്യം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ക്രിസ്തു ഉണ്ടോ ഭയം മാറും, ക്രിസ്തു ഉണ്ടോ നിരാശ മാറും, ക്രിസ്തു ഉണ്ടോ പ്രത്യാശ ഉണ്ടാവും, ക്രിസ്തു ഉണ്ടോ ഭയത്തിൻ്റെ സ്ഥാനത്ത് ധൈര്യം വരും. എന്താ കാര്യം? കർത്താവ് എനിക്ക് തുണയാ, ഞാൻ പേടിക്കുകയില്ല. കരമടിച്ചെന്ന് സ്തുതിച്ച് രാത്രി ആ വിശ്വാസത്തെ ഒന്ന് ഏറ്റെടുത്തേ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെ? നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്ത കർത്താവ് ക്രിസ്തു ജഡാവതാരം എടുക്കുക. പ്രിയമുള്ളവരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ ജഡാവതാരം. എന്തുകൊണ്ടാണ്? മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്, മനുഷ്യനെ നയിച്ച് ഗ്രഹം ചൊവ്വായിക്കെ പോയി. മുകളിലോട്ട് പോകുന്നത് നമുക്ക് വലിയ അത്ഭുതമാണ്. പക്ഷേ ഈ സകല പ്രപഞ്ചത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഈ ദൈവം ഈ കൊച്ചു ഭൂമിയിൽ, നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ ചിത്രമെടുത്ത ഭൂമി കാണാൻ പോലും ഇല്ല. ഈ ഭൂമിയിൽ ഒരു കൊച്ചു മൂലയ്ക്ക് നിൽക്കുന്ന നമ്മളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നെന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യനെ തേടി കർത്താവ് വന്നു. കുഞ്ഞു മനസ്സിൽ ആഴത്ത് യേശുവിനോട് സ്നേഹം തോന്നിയൊരു കാര്യമുണ്ട്. യോഗം നടക്കുക ഒരു വീട്ടിൽ, വളരെ ചെറുപ്പം, കറണ്ട് പോയി. പെട്രോമാക്സിൻ്റെ വെളിച്ചത്ത് യോഗം നടക്കുമ്പോൾ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ വാതുക്കിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഒറ്റ അലറായിരുന്നത്. പുറത്തെ ഇരുട്ടിൽ ആ തൂണിൽ പോസ്റ്റർ ചാരി മരിക്കാൻ വേണ്ടി നിൽക്കുന്ന സഹോദര വിളിക്കുക, കയറി വാ ഇവിടെ. നോക്കിയപ്പോൾ കുടിച്ചാറാടി അരയിൽ പിച്ചാത്തിയൊക്കെ ഉണ്ട്, ആകെ തകർന്നൊരു മനുഷ്യൻ ഒലഞ്ഞ് കയറി വരിക. അവിടെ ഇരുട്ടത്ത് അദ്ദേഹം നിൽക്കുന്ന ആരും കണ്ടില്ല. പക്ഷേ കർത്താവ് കണ്ടു, തേടി വന്നു. ദോഷിയാം എന്നെയും 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 നാഥ, ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഓർത്തോണം, ഇങ്ങനെ എപ്പോഴൊക്കെയോ ആരും കാണാത്ത നമ്മളെ കർത്താവിൻ്റെ കണ്ണ് കണ്ടതുകൊണ്ടാണ് ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്ന. മറന്നു പോകരുത്, ക്രിസ്തു നമുക്ക് വേണ്ടി ജഡാവതാരമെടുത്തു. ജഡാവതാരമെടുത്ത് ക്രിസ്തു 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റും. 33 തിരുവയസ്സിൽ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും തെറ്റുകാരെന്ന് വിധിച്ചിട്ട് അടിച്ച് കർത്താവിൻ്റെ പുറം ഒഴിവുചാലുകൾ പോലെ കയറി തോളിൽ കുരിശും വെച്ചുകൊണ്ട് ഗാഗുൽത്താലേക്ക് പോകുക. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുക. എന്തിനാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? എന്തായിരുന്നു കുറ്റം? ഒരു കുറ്റവും ഇല്ലെന്നുള്ള കുറ്റത്തിനായിരുന്നു അടിക്കപ്പെട്ടത്. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായിട്ട് മാറുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യാഗമുണ്ട്. യാഗം എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നടത്തപ്പെടുന്ന യാഗമാണ്. അതാണ് അവിടെ പറയുക,
വിവിധവും അന്യമായ ഉപദേശങ്ങൾ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ആചരിച്ചിരിക്കുന്നു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നല്ല. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർ അഘോർത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠമുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരം കൊണ്ടുപോകുമ്പോൾ മൃഗങ്ങളുടെ ഉടയിൽ പാളയത്തിൻ്റെ പുറത്ത് വെച്ച് ചുട്ടുകളയും. അങ്ങനെ ക്രിസ്തുവും നമുക്ക് വേണ്ടി സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ട നഗരവാതിലിന് പുറത്ത് വെച്ച് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്നയും ഒന്നുകൊണ്ട് എവിടെ പോകണം? പാളയത്തിൽ. ക്രിസ്തു ജഡാവതാരം എടുത്ത് ക്രിസ്തു പകരം മരിക്കുക. പഴയ നിയമത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് നാം കാണുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം. ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇനി എന്താ പോംവഴി? നീ മരിക്കണം, പാപം ചെയ്ത ദേഹി മരിക്കണം. പക്ഷെ നീ മരിക്കണ്ട, പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് യാഗം നടത്തി. ഈ യാഗദർശ്യങ്ങൾ അതിൻ്റെ ഒരു വളർച്ച വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിന് യാഗം കഴിക്കുമ്പോൾ ഇസ്ഹാക്കിന് പകരം ഒരു കൊമ്പ് കാട്ടുകുരുങ്ങി ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. മുമ്പോട്ട് പോകുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 12-ാം അധ്യായം പെസഹ ആചരിക്കുക. പെസഹ ആചരിക്കുമ്പോൾ ഒരു കുടുംബത്തിന് പകരം ആരെ കൊന്നു? ഒരാടിനെ കൊന്നു. കണ്ടോ, ഒരു കുടുംബത്തിന് പകരം ഒരാടിനെ കൊന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് രാഷ്ട്രത്തിൻ്റെ പാപം അതിന്മേൽ ചുമത്തും. എന്നിട്ട് ആ ആടിനെ പുറത്ത് കൊണ്ടുപോയി കൊന്നിട്ട് അതിൻ്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് വന്ന് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് അർപ്പിക്കും. എന്നാൽ ക്രിസ്തു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്ത് നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നൊരു വാക്കുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതാണ് ക്രിസ്തുവിൻ്റെ അനന്യത. എന്താണ്? ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, മുഴുലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുരിശും എടുത്തുകൊണ്ട് പാപം ചുമന്നുകൊണ്ട് കാൽവറി മലയിലേക്ക് പോകുക. കുരിശും നിജ തോളിലേന്തി ഒഴുവൻ കണ്ടോ ഗിരിമേൽ നടന്നു പോകുക. ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശും എടുത്തുകൊണ്ട് പോയി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? മുഴുവൻ ജനത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട്. അതാണ് പറയുക, മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ പോകുന്ന യാഗമുണ്ട്. അതാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്ന യോം കിപ്പൂർ എന്ന് പറയപ്പെടുന്ന മഹാപാപ പരിഹാര ബലി ദിവസത്തിൽ ആണ്ടിലൊരിക്കൽ ചീട്ട് വീണ ആടിനെ പുറത്തു കൊണ്ടുപോയി കൊല്ലപ്പെടുകയും അതിൻ്റെ ഉടല് ചുട്ടുകളയുകയും അതിൻ്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് വരികയും ചെയ്യും. എന്നാൽ പുരോഹിതന്മാർക്ക് അഹോവർത്തി കഴിക്കുന്ന യാഗങ്ങൾ എല്ലാ ദിവസങ്ങളും നടത്തപ്പെടുമ്പോൾ അതിൻ്റെ ഉടലിന്മേൽ അവകാശമില്ലാത്ത ആണ്ടിലൊരിക്കലെ യാഗം, ക്രിസ്തു കഴിച്ച യാഗം, അതിന് സമാനമായ യാഗം. പക്ഷേ ഒരു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, മുഴുലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ ഉടല് ചുട്ടുകളയും, എന്നിട്ട് അതിൻ്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് പോകും. ആ പശ്ചാത്തലം എടുത്തുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് എവിടെ പോയി? നഗരത്തിന് പുറത്തു പോയി. നഗരത്തിനകത്തല്ല, ഈ ആണ്ടിലൊരിക്കലെ മഹാപാപ പരിഹാര ബലി അവരെ എവിടെ കൊണ്ടുപോകാം? മൃഗത്തെ പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോകും. ഇതുപോലെ ക്രിസ്തുവും പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. എനിക്കൊരു ശരീരം വെച്ചിരിക്കുന്നു. നോക്കൂ, കർത്താവ് പാളയത്തിൻ്റെ പുറത്ത് പോയി, നഗരത്തിൻ്റെ പുറത്ത് പോയി ക്രൂശിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ഈ ലേവ്യ പുരോഹിതന്മാർ ആണ്ടിലൊരിക്കൽ കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ ഉടല് പുറത്ത് കൊണ്ടുപോയി ചുട്ട് കളഞ്ഞിട്ട് രക്തം മാത്രം എടുത്തുകൊണ്ട് വന്ന് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അതിൻ്റെ തിരശീല മാറ്റി കയറും. ഇതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി തിരശീല മാറ്റി, എന്താ? തൻ്റെ ദേഹമെന്ന തിരശീല കീറി, എന്നിട്ട് പോയി എങ്ങോട്ടാ? കൈപ്പണിയല്ലാത്ത വാസ്തവമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ ഈ തിരശീലയ്ക്കകത്ത് പോയിട്ട് പറയും, ജനത്തിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്നാൽ തൻ്റെയും ജനത്തിൻ്റെ അബദ്ധങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം നടത്തും. ക്രിസ്തുവോ നിഷ്കളങ്കൻ, ഒരു പാപവും ചെയ്യാത്ത കർത്താവിനും തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് ഒരിക്കലായിട്ട് പോയി. എവിടെ പോയി? പാളയത്തിൻ്റെ പുറത്ത് പോയി. ഇവിടെ ക്രിസ്തു പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നിന്ന ചുമന്നുകൊണ്ട് എവിടെ വരണം? പാളയത്തിൻ്റെ പുറത്ത് വരണം. അവസാനിപ്പിക്കുക. അന്ന് എൻ്റെ കർത്താവ് അനന്യായ ക്രിസ്തു ഭൂമി ജഡാവതാരം എടുത്ത് നിന്നപ്പം കുഷ്ഠരോഗിയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ. കർത്താവ് അവനെ തൊട്ടു. കുഷ്ഠരോഗി ആരും തൊടില്ല, പക്ഷെ കർത്താവ് തൊട്ടു. എന്തിനാ തൊട്ടത്? കുഷ്ഠരോഗിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്, ആരെങ്കിലും എന്നെ എന്ത് ചെയ്യണം? തൊടണം. കർത്താവ് തൊട്ടു.
5 അപ്പം കൊണ്ട് 5000 പേർക്ക് അപ്പം നുറുക്കി കൊടുത്തു. ലാസറിൻ്റെ വീട്ടിൽ ചെന്നു, എല്ലാം ചെയ്തു. ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നിന്ന ചുമന്നുകൊണ്ട് എവിടെ വരണം? പാളയത്തിൻ്റെ പുറത്ത് വരണം. അന്ന് കർത്താവ് പോയി കുഷ്ഠരോഗിയെ തൊട്ടു. അന്ന് കർത്താവ് ലാസറിൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് കർത്താവ് നമുക്ക് കാണാം യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. ഇന്ന് കർത്താവ് ജഡത്തിലാണോ അതോ ആത്മശരീരത്തിലാണോ? ജഡത്തിലാണോ ആത്മശരീരത്തിലാണോ? ആത്മശരീരത്തിലാണ് അല്ലേ? ഇന്ന് ക്രിസ്തുവിന് പോകണം. നമ്മൾ പറയുന്ന ക്രിസ്തുവിന് ഇന്ന് പുറത്തോട്ട് പോകണം. ആരിലൂടെ പോകണം? നമ്മളിലൂടെ പോകാനൊക്കത്തുള്ളൂ. നമ്മളിലൂടെ പോകാൻ പല നിലകളിൽ കർത്താവിന് പോകണം. ഒരിക്കൽ എൻ്റെ അമ്മ എന്നെ രാത്രി വിളിച്ചു. നല്ല ഉറക്കത്തില്ല. എഴുന്നേക്കട മോനെ. എന്താ? അമ്മ എൻ്റെ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് വരിക. 2 മണി 3 ആയി. എന്നെ വേണം സ്കൂട്ടറെ കൊണ്ടുപോകാനാ. ഞാനെന്ന് 10-18 വയസ്സുള്ളൂ. അത്യാവശ്യം സ്കൂട്ടർ ഓടിക്കും. നിർബന്ധിച്ച് കൊണ്ടുപോയി. ഏതാണ്ടെല്ലാം ബജാജ് സൂപ്പറിൻ്റെ ചേതക്കിൻ്റെ സൈഡിലൊക്കെ എടുത്തൊരു സഞ്ചിക്കകത്ത് വെച്ചുകൊണ്ട് ഒരു വീട്ടിൽ ചെന്ന് ഈ അമ്മ മിടിക്കുക. അടുക്കളയിലൊക്കെ കയറി നോക്കി. മനസ്സിലായി 2-3 ദിവസമായിട്ട് കഞ്ഞി വെച്ചിട്ടില്ല. അവരെ ഉണർത്തി കഞ്ഞി വെച്ച് കൊടുത്തു. ഇന്നും അവർ കാണുമ്പം പറയും, അന്ന് കൊച്ചമ്മ രാത്രി വന്ന് കഞ്ഞിയിട്ട് വേവിച്ച പിന്നെ ഒറ്റ ദിവസം പോലും അരിയില്ലാത്ത പട്ടിണി കിടന്നിട്ടില്ല. ആ വീട്ടിൽ ചെല്ലാൻ കർത്താവിനൊരു കരം വേണമായിരുന്നു, ഒരു കാല് വേണമായിരുന്നു. അതെൻ്റെ അമ്മയായിരുന്നു. ഇതുപോലൊരു ദിവസം ജൂലൈ മാസം 5-ാം തീയതിയാണ്. എന്നെ വെളുപ്പിന് ദൈവം ഉണർത്തി. 4:30 അന്നെൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വല്ലാതെ അസ്വസ്ഥനാകുക. ഐ ഡോ നോട്ട് നോ വാട്ട് ടു ഡു, വാട്ട്സ് ദ റീസൺ. ഞാനും ചോദിച്ചു, എനിക്കെന്താ പറ്റുക? നേരം ജടോപാതിയ, നല്ല മഴ പെയ്യുന്നു. ഒരു ചാറ്റൽ മഴ പെയ്തിങ്ങനെ നിൽക്കുന്ന നല്ല തണുപ്പ്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. എങ്ങോട്ട് പോകണോ എനിക്കറിയില്ല. ഞാൻ പതുക്കെ ഇറങ്ങി നടന്നു. എൻ്റെ കൂടെ ഒരു നായ്ക്കുട്ടിയുണ്ട്. അതിനെ ഞാൻ ഒരു റോഡ് സൈഡിൽ കെട്ടിയിട്ട് അവിടെ ഒരു തോട് വന്നു. ആ തോട്ടിൽ കൂടെ ഞാൻ നടന്ന് കയറി ചെല്ലുമ്പോൾ ഒരു സഹോദരൻ അവിടെ സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട്, കുടിക്കുക. എന്തൊക്കെയോ പുലമ്പുന്നു. നേരം വെളുത്തിട്ടില്ല. ഞാൻ അകത്ത് അവിടെ ചെന്നിട്ട് ചോദിച്ചു, എന്തിയെ ചേച്ചി, എന്തിയെ? അകത്ത് കാണും, എന്തൊക്കെയോ പുലമ്പുക. ഞാൻ അകത്ത് കയറി. ഈ സഹോദരി കിടന്ന കതകിൻ്റെ വാതിൽക്ക് ചെന്ന് മുട്ടി. എനിക്കൊരു സാന്ത്വര്യമുള്ള വീടാണ്, എന്നാലും ഇന്നാണ് ഞാൻ ചെയ്യില്ല. അന്നത്തെ ഒരു ധൈര്യത്തിൽ കുറച്ചുകൂടെ ചെറുപ്പം 10-25 വർഷം മുമ്പ് ഞാൻ പുറകോട്ട് മാറി ആഞ്ഞു തൊഴിച്ചു കതകിന്. കതകിൻ്റെ കുറ്റി പറഞ്ഞു പോയി. ഞാൻ കാണുന്ന കാഴ്ച, ഒരു മേശയിട്ട് ഒരു ടീപ്പോ ഇട്ട് അതിൻ്റെ പുറത്ത് കയറ് ഫാനേന്ന് ഇട്ടിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സഹോദരിയാണ്. ചത്തില്ല അവർ. ഇന്നവർ മിടുക്കരായി നല്ല ജീവിക്കുക. പക്ഷെ ആ വീട്ടിൽ കർത്താവിന് ചെല്ലാൻ ഒരു കാല് വേണമായിരുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അന്ന് പാപിയെ സ്നേഹിച്ചു. ലാസറിൻ്റെ വീട്ടിൽ ചെന്നു, കുഷ്ഠരോഗിയെ തൊട്ടു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. ഇന്ന് കർത്താവിന് പുറത്തു പോകണം. ഈ വേദനിക്കുന്ന സമൂഹത്തിൽ ആരിലൂടെ പോകും? അനന്യായ ക്രിസ്തു നമ്മളിലൂടെ പുറത്തു പോകത്തുള്ളൂ. കുഞ്ഞെ, ഞാൻ വീണ്ടും അനുഭവം പറയുക, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് പെന്തക്കോസ്ത്. അതുകൊണ്ടാണ് നിങ്ങളെ കല്ലെറിഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെന്ത് ദോഷമാണ് നിങ്ങൾക്ക് ചെയ്തേ? ഞങ്ങളെന്ത് ദോഷമായി സമൂഹത്തിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കല്ലെറിയാവൂ. എൻ്റെ അമ്മ വെളുപ്പിന് 4 മണിയായപ്പം തൊട്ട് എൻ്റെ അടുക്ക വന്നിരിക്കുക. എഴുന്നേക്കടാ. നമുക്ക് മടിയാ എഴുന്നേക്കാൻ. നീ എന്നെ അവിടം വരെ കൊണ്ടുവിട. എവിടെ? പറയാം. ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ. ഏത് പെങ്കൊച്ച്? അതിന് കാലിനൊരു ഇച്ചിരി പ്രയാസമുണ്ട്. അവിടം വരെ കൊണ്ടുവിടണം. ഏതൊക്കെയോ അവിടം വരെ കൊണ്ടുവിട്ട് നേരം വെളുത്തിട്ടില്ല. ആരാണ്ട് ടാപ്പിങ് ചെയ്യുന്നവരോട് ചോദിച്ചു, എവിടെ ആ കൊച്ചിൻ്റെ വീട്? ആ കൊച്ചിൻ്റെ അടയാളം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ, മലയുടെ മണ്ടയില. തന്നെ എൻ്റെ അമ്മ വലിഞ്ഞു കയറിപ്പോയി. BP ഷുഗറും ഒക്കെ ഉണ്ടായിരുന്ന അമ്മ. അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങി വന്ന്, എന്താ ആൻറ്റി വന്നേ? എന്നെ ദൈവാത്മാവ് എന്നെ കാണിച്ചു. ചുമ്മാ കള്ളത്തരം പറയരുത്, ദൈവാത്മാവ്. എടി മോളെ, എനിക്ക് ഭ്രാന്തുണ്ട്. ഈ കുറ്റി വെളുപ്പാൻ കാലത്ത് നേരം വെളുക്കാത്തപ്പോൾ നിന്നെ കാണാൻ ഈ മല കയറി വന്നത് ദൈവം പറഞ്ഞിട്ടാണ്. ദൈവം പറഞ്ഞിട്ട് വന്നാടി, അല്ലേ വയ്യാത്ത ഞാൻ കയറി വരുമോ? അവൾ അകത്ത് കൊണ്ടുപോയി 10 ഒത്തിരി പേജ് ലെറ്റർ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് എടുത്ത് വെച്ച് തീ കത്തിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ അമ്മ അവിടെ ചെന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന്. ഞങ്ങൾക്ക്
ഒരു ദോഷവും ആർക്കും ചെയ്യത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ചോദിക്കുക, ക്രിസ്തുവിൻ്റെ കാലുകളായി പോകണ്ടേ? ക്രിസ്തുവിൻ്റെ കൈകളായി പോകണ്ടേ? അന്ന് കർത്താവ് നേരിട്ട് എന്ന് പറഞ്ഞു, നീ മരിക്കണ്ട. ഇന്ന് പറയണം, അവൻ മരിച്ചു, ഇനി നീ മരിക്കണ്ട. നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്. നീ ഇനിയും തകരല്ലേ, നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. നീ ഇനിയും സ്വയം ശാപമായി ചിന്തിക്കേണ്ട. നിൻ്റെ ശാപത്തെ മാറ്റാൻ ഒരാൾ ക്രിസ്തുവിൽ ശാപമായി തീർന്നിട്ടുണ്ട്. ഇത് പറയാൻ കർത്താവിനൊരു നാവ് വേണം. ഇത് പറയാൻ പോകാൻ കർത്താവിനൊരു കരം വേണം. ആ കരം നമ്മുടെ കരം ആകണ്ടേ? കൈയടിച്ചൊന്ന് സ്തുതിച്ച് ഈ കരങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണ്ടേ? ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം അന്നത്തെ കോളേജ് കലാലയ രാഷ്ട്രീയത്തിൻ്റെ എന്താണ് കളിത്തൊട്ടില്ല. രാഷ്ട്രീയവാദം ഇന്നില്ലാത്ത സമയം, എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ പ്രബുദ്ധതയുള്ള സമയം. കോളേജ് ഡിഗ്രി തുറക്കുന്നു, പിള്ളേർ വരുന്നു, കുറേ മക്കൾ നിന്ന് വിളിക്കുന്നു, വി സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. SFI-ക്കാരാ, വി സല്യൂട്ട്, ബ്ലൂ സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. KSU-ക്കാരാ, കുറച്ച് പേര് ABVP, കുറേ KSC-ക്കാർ, എല്ലാവരും നിൽക്കുമ്പം നമ്മൾ ഓർത്തു എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഒരു ട്രാക്റ്റ് അടിച്ചു കൊടുത്തു. ഞങ്ങൾ 3 പേര്. അന്ന് ഞങ്ങളെല്ലാവരെയും കളിയാക്കി നിന്നവർ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അന്ന് തൂക്കുമരങ്ങൾ ചിരിക്കുമ്പോഴും എന്ന് പറഞ്ഞ് ഈങ്കുല വിളിക്കുന്ന ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. പുള്ളി ആ സമരത്തിന് ആദ്യം വിളിക്കുന്ന പുള്ളി ഈങ്കുല വിളിക്കുമ്പോൾ കോളേജ് കിടുങ്ങായിരുന്നു. ഇന്ന് ആ പുള്ളി എൻ്റെ വിശ്വാസിയാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുക, അച്ഛാ ഒന്ന് പ്രസംഗിക്കാം. നീ പ്രസംഗിക്കുക, ഞാൻ കേൾക്കാടാ. അതല്ലേ നല്ലത്. ഒരു കാര്യം ഓർത്തോണേ, ട്രാക്റ്റ് കൊടുക്കാൻ കർത്താവിനൊരു കൈ വേണം. ആ ട്രാക്റ്റിൻ്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. ലോകത്തോട് പറയാൻ നമുക്കൊരു സന്ദേശമുള്ളൂ, നമ്മുടെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇനി മരിക്കണ്ട. നിനക്ക് നിത്യജീവൻ ഉണ്ടാകാൻ ഒരാൾ മരിച്ചിട്ടുണ്ട്. നീ തകരേണ്ടിടത്ത് ഒരാൾ തകർന്നിട്ടുണ്ട്. നിൻ്റെ ശാപം മാറ്റാൻ ഒരാൾ ശാപമൃത്യു മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യേശുവിലൂടെ ഒരു ജീവനുണ്ട്. ആ കർത്താവിൻ്റെ സാക്ഷികളായി പോകാൻ നമ്മുടെ കരങ്ങൾ, നമ്മുടെ കാലുകൾ, പ്രത്യേകിച്ച് എൻ്റെ പൊന്നോമന മക്കളോട് ഞാൻ വീണ്ടും പറയുക, ഈ കൈ കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പറയണം, കർത്താവിനെക്കുറിച്ച് പറയണം. ഒരു കാര്യം ഉറപ്പാണ് മക്കളെ, വേദപുസ്തകത്തിൽ മാത്രം കാണുന്നൊരു വാക്കുണ്ട്, നെബോ കുനിയും ബാലു വണങ്ങും, ഞാൻ നിന്നെ നരയ്ക്കുവോളം ചുമക്കും. ഇത്രയേ ഉള്ളൂ. അല്ല, ആരോഗ്യമുള്ളപ്പോൾ ഈ പുസ്തകം ചുമന്ന, കർത്താവിനെ ചുമന്ന, ആരോഗ്യം കുറയുമ്പോൾ, പാർക്കിൻസൺസ് വരുമ്പോൾ, കൈ വിറയ്ക്കുമ്പോൾ, കർത്താവ് ഇങ്ങനെ കൈവെള്ളെ കൊണ്ട് നടക്കും, കൈവെള്ളെ കൊണ്ട് നടക്കും. നരയ്ക്കുമ്പം കൈവെള്ളം കൊണ്ട് നടക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ കർത്താവിൻ്റെ സാക്ഷിയായി അവന് പകരം എനിക്ക് പോകണം. എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ കൈവിടപ്പെട്ടു പോയ, നമുക്ക് വേണ്ടി സ്വന്തം തോളിൽ തലചായ്ച്ച് മരിച്ച ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എനിക്ക് ജീവിക്കണം. അങ്ങനെയുള്ളവരൊന്നും എഴുന്നേറ്റ് നിന്നേ അവൻ്റെ സാക്ഷിയായി, അവൻ്റെ കാലുകളായി. സുവിശേഷം ഇത്രയേ ഉള്ളൂ മക്കളെ. കർത്താവിൻ്റെ കാലായി പോവുക, കർത്താവിൻ്റെ കൈയായി പോവുക, കർത്താവിൻ്റെ നാവായി മാറുക. ഈ ജീവിതം അങ്ങനെ സമർപ്പിച്ചാൽ ഉണ്ടല്ലോ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒരു സമർപ്പണത്തോടെ, അങ്ങനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ ഓരോ യോഗവും ഒരു പുനഃസമർപ്പണമാണ്. ഒന്ന് എഴുന്നേറ്റ് ഇന്നാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളാകട്ടെ, നമ്മുടെ കൈകൾ കർത്താവിൻ്റെ കരങ്ങൾ. ആരെയും നോക്കരുത്. ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികളെ മാറ്റുന്ന തീരുമാനമാണ്. ഓരോ യോഗവും ഒരു പുനഃസമർപ്പണമാണ്. കുറച്ചുകൂടെ എനിക്ക് യേശുവിന് വേണ്ടി ഓടണം, കുറച്ചുകൂടെ എനിക്ക് യേശുവിന് വേണ്ടി പോകണം, കുറച്ചുകൂടെ എനിക്ക് യേശുവിനെക്കുറിച്ച് പറയണം, എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട എൻ്റെ കർത്താവിനെ ഉയർത്തണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ഒന്നും നമുക്ക് സമർപ്പിക്കാം. പിതാവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പൊന്നോമന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളായി, അവിടുത്തെ കാലുകളായി, അവിടുത്തെ നാവായി, അവിടുത്തെ കർത്താവെ നിന്ന വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഓരോ മക്കളെയും അനന്യനായ ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പോകാൻ ദൈവമേ തീരുമാനമെടുത്ത ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അവൻ്റെ കാലുകളായി പോവുക. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മൾ ജീവിക്കുന്നു. അവിടുന്ന് തകർന്നു, നമ്മൾ പണിയപ്പെട്ടു. അവിടുന്ന് നിന്നയേറ്റു, നമ്മൾ മാനിക്കപ്പെട്ടു. അവിടുന്ന് ശാപമായി, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി. അവിടുന്ന് താണു വന്നു, നമ്മൾ ഉയർത്തപ്പെടുന്നു. ഒരു കാര്യം, ക്രൂശിൽ നടന്നത് കർത്താവ് ചെയ്ത ഒരു എക്സ്ചേഞ്ചാ, കൈമാറ്റമാ.
കൈമാറ്റമാ. നമ്മുടെ ശിക്ഷ കർത്താവിൻ്റെ മേലായി, നമ്മുടെ മരണം കർത്താവിൻ്റെ മേലായി. പകരം നമുക്ക് സ്വാതന്ത്ര്യം, പകരം നമുക്ക് അനുഗ്രഹം, പകരം നമുക്ക് ജീവൻ. ആ ജീവൻ്റെ സാക്ഷികളായി പോകുവാൻ, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി പോകുവാൻ, ക്രിസ്തുവിന് പകരം കാലുകളായി, കൈകളായി, നാവായി പാളയത്തിൻ്റെ പുറത്തേക്ക് പോകുവാൻ, ഓരോ മനുഷ്യനെയും ദൂതനായി കാണുന്ന ആത്മീയ പൈതൃക സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ, കുറച്ചുകൂടെ വിനയപ്പെട്ട് ശരീരത്തിലാണെന്നുള്ള ബോധ്യത്തോടെ വിനയപ്പെട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കൈവിടാത്തൊരു കർത്താവുണ്ടെന്നുള്ള ബോധ്യത്തിൽ മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ചേർന്ന് പറ, എനിക്കൊരു കർത്താവുണ്ട്, ഞാൻ അനാഥനല്ല. എനിക്കൊരു കർത്താവുണ്ട്, ഞാൻ അനാഥനല്ല. 2 പേരോടൊന്ന് പറഞ്ഞേ, പേടിക്കരുത്, കർത്താവുണ്ടെന്ന് പറഞ്ഞേ. 3-4 പേരോടെങ്കിലും ഒന്ന് കൈ തൊട്ട് പറഞ്ഞേ, പേടിക്കരുത്, കർത്താവുണ്ട്, ഞാൻ അനാഥനല്ല. നമുക്കൊരു കർത്താവുണ്ട്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ആ കർത്താവ് നമുക്ക് തുണ, പേടിക്കുകയില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.